So hi guys, after a long time ഞാൻ വീണ്ടും back to video എടുക്കുകയാണ് because this is a special day and this is my last day of my university. രാവിലെ എണീറ്റു റെഡിയായി ആൻഡ് 9:30 ബസ് പിടിക്കണം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ സ്റ്റേ ട്യൂൺഡ്. അവിടെ ചെന്നിട്ട് എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് വരാം. This sucks. അല്ലാത്തപ്പോൾ എനിക്ക് ഹീൽസ് ഇട്ടുകൊണ്ട് ഭയങ്കരമായി നടക്കാൻ പറ്റുന്നത് ബിക്കോസ് ഐ യൂസ് ടു വാക്ക് വിത്ത് ഹീൽസ് വെൻ ഐ വാസ് ഇൻ 12th 11th കോളേജ്. ഇപ്പം എൻ്റെ ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നടക്കാൻ പറ്റുന്നില്ല. ആൻഡ് സാധാരണ ഇവിടെ എന്താ പറയുക, എൻ്റെ കയ്യിൽ വിൻ്ററിലുള്ള സ്വെറ്റ് ഷർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ലൈക്ക് നോർമലി അതിടുമ്പം ഭയങ്കര ചൂടായിരിക്കും. ഇന്നിപ്പം ഞാനൊരു സമ്മർ ഡ്രസ് സെറ്റാക്കി കുറച്ച് ചൂട് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതങ്ങോട്ട് എടുത്തിട്ടപ്പോൾ ഭയങ്കര കാറ്റ് പ്ലസ് ഭയങ്കര തണുപ്പ്. വൈ ദിസ് ഈസ് ഇംഗ്ലണ്ട് ക്ലൈമറ്റ്. ഓക്കെ, ഇനി അവിടം വരെ എത്തട്ടെ. എന്തായാലും 15 മിനിറ്റ് മുന്നേ ബസ് വരുന്നതിന് ഇറങ്ങിയത് എൻ്റെ ഭാഗ്യം. കാരണം മിക്കവാറും 7 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഇൻ്റർചേഞ്ചിൽ ഞാനൊരു 15 മിനിറ്റ് എടുക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ ദാറ്റ് ഈസ് ദ ലൂട്ടൺ സ്റ്റേഷൻ ഇൻ്റർചേഞ്ച്. ബസ് ഇതുവരെ എത്തിയിട്ടില്ല. ഈ L&T ഹോസ്പിറ്റൽ ഈ കാണുന്ന ബസ് ആക്ച്വലി അനാമികയുടെ വീട്ടിൽ പോകുന്ന. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ത്രൂ ദിസ് ബസ് വേ. സോ ദിസ് വൺ ഇസ് ഓൾസോ ഹാവിങ് എ യൂട്യൂബ് ചാനൽ. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ അടിയിൽ ഇടുന്നതായിരിക്കും. ആൻഡ് നമ്മളെല്ലാവരും കൂടെയാണ് ഇനി 610 ബസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ബസ് നമ്മൾ ചതിച്ചു. ഓക്കെ, സോ ഫൈനലി വി ആർ അറ്റ് അവർ യൂണിവേഴ്സിറ്റി ആൻഡ് ക്ലാസ്സിലേക്ക് പോവാണ്. ഇവിടെ അയച്ചിട്ട് ഗൈസ് 3 per force. 3? 15. I will make the discount here because you will see. വീഡിയോ. So guys, this is Atul, the one and only friend who is having nothing like, എന്താ പറയാ, ഒരു തരത്തിലുള്ള പട്ടില്ലാത്ത ഓണസ്റ്റ് ആയിട്ടുള്ള the one and only person I found in university. That is him. So guys, ഇവിടെ കൺസ്ട്രക്ഷനിൽ നിൽക്കുന്ന ചെറുക്കന്മാരെ കാണിച്ചു തരാം കേട്ടോ. Look at them, bro. They're like cute and hot at the same time. Yes. Unsahikable. Guys, say hi. Reese, say hi. Hi. What was the class we just wanted? Yeah. ബാക്കി പാടുന്നു. വേണ്ട, ക്രിഞ്ചായി പോ. ഇങ്ങോട്ട് നോക്കിയേ റിൻഷ, ഞാൻ ലാസ്റ്റ് എടുക്കുക. ഫഹദ് ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ധാരാളം സെക്കൻഡ്സ് എടുത്തിരിക്കുന്നു. ശരി, അതെ. So guys, this one is ask us അല്ലേ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് സർവീസസും കാര്യങ്ങളൊക്കെ തരുന്നത്. സോ നമ്മളിവിടെ നമ്മുടെ ഫീസിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നേക്കാം. സോ ഗൈസ്, കോളേജ് തീരാറായതിൻ്റെ ആണെന്ന് തോന്നുന്നു. കോളേജിനൊരു എന്താ പറയുക, ഒരു പഞ്ച്വാലിറ്റി ഇല്ല. അതുൽ പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലെ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതും എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അയ്യോ അയ്യോ, എപ്പോൾ വിളിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട്, ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് കഴിഞ്ഞു. അടുത്ത നമ്മുടെ നമ്പർ പക്ഷേ അടുത്ത 6 ആയിട്ടുള്ളൂ, 7 വന്നിട്ടില്ല. ഇവെന്ത് കാണിക്കേ? ഗൈസ്, ഇവിടെ നല്ല അടിപൊളി വട ചമ്മന്തി. അതെ, സൂപ്പർ. സൽമാൻ ഇത് എവിടെ നിന്ന്? ഒരു സെക്കൻഡ്. അല്ലല്ല, മര്യാദക്ക് നേരത്തെ പറഞ്ഞ പോലെ പറ. എന്റെ അനാമികക്ക് ജോൺസ്ബെറി ഞാൻ ചുമന്നു കൊണ്ട് 2 വട പക്ഷെ ഈ പറയുന്ന വ്യക്തി കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കയറുന്ന മുന്നേ അനാമികയുടെ അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ വന്നതിന് ശേഷം അനാമിക ഒറ്റയ്ക്കാവില്ലെന്ന്. 9 മാസത്തിന് ശേഷം 4ാമത്തെ പ്രാവശ്യമാണ് അവർ തമ്മിൽ കാണുന്നത്. അതിൽ നിനക്ക് സൽമാൻ എന്താ പറയാനുള്ളത്? ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാടാ, ഇവിടെ വരാൻ. സൽമാൻ, ചോദ്യം ഒന്നും കൂടി. അതായത് നീ ഇവിടുന്ന് കേറി വന്നപ്പം അനാമികന്റെ അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തിരുന്നു. എന്ത്? അത് ചില സാങ്കേതിക തകരാറുകൾ മൂലം മാറിപ്പോയി. ഞാൻ ലണ്ടനും ലൂട്ടനുമായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നിനക്ക് എന്താ പറയാ, ജോലി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലൂട്ടണിലേക്ക് വരാം, അല്ലെങ്കിൽ അനാമികനെ എവിടെയും ലണ്ടനിൽ 9 മാസത്തിനടക്ക് നിനക്ക് ജോലിക്ക് കയറ്റാമായിരുന്നു. പക്ഷെ ഞാൻ നോക്കാതിട്ടല്ലാതെ ഞാൻ നേരെ ചെറു കൈ കാല് പിടിക്കാണ്ട് ഇത്ര കാലം അങ്ങനെ വയ്ക്കൂ. അല്ല, നിനക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് കയറ്റായിരുന്നല്ലോ. ഞാനെന്ത് ചെയ്യാൻ? അവന് വേണം, ലണ്ടൻ ഈസ് ഹാപ്പനിങ് സിറ്റി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇവന് വേണമെങ്കിൽ ഇവളെ വിളിച്ചോണ്ട് പോയി അവിടെ ഒരാഴ്ച നിർത്തി ജോലി തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാവുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ നമ്മളവിടെ ചോദിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എനിക്ക് ചത്താ മതി ഇനി. അതന്നെ മച്ചു ഓല അതുകൊണ്ട് നോക്കിയേ ചെയ്യുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്ക്, അങ്ങനെ ആലോചിക്ക്. ഓല അതുകൊണ്ട് വെറുതെ മറ്റേ 16 രൂപ കുറവാണ് കണ്ടത് പോയത്. ക്യൂട്ടീസ് ഒക്കെ നല്ലതാ. So guys, this is last day and നമ്മൾ ഒരു ചെറിയൊരു ഫിസിയോതെറാപ്പി സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. I don't know. So I'm actually putting a vlog. He's the one who's doing physio. Hello. So what is this basically? Actually, it's this we are doing the hamstring quadriceps strength ratio. So how much is your strength between the quadriceps and hamstring? We are going to measure. So you're going to calculate our strength, our stamina, and all. Not stamina, this is your strength. Oh, and the strength balance of your hamstring and quadriceps. Okay. Okay. So we are for that we So are this using. is your project or a part of a Yeah, project? it's my project. So okay. for that we are using isokinetic dynamometer for there. Okay. Okay. So the measurement. So ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അവരവരുടെ പ്രോജക്റ്റ് ചെയ്യണം. Okay. Okay. So everything is good. You need to work in your hamstring muscles a little bit more part for that, and then otherwise it's okay. Oh, so I have to concentrate on my hamstring Your muscles. Yeah. Okay. So I have to work more on my hamstring muscles. So guys, അങ്ങനെ എൻ്റെ ചാടി ഉള്ള എന്താ അടുത്ത് Guys, we are going for our last lunch after university and നമ്മൾ കാൽനട യാത്രക്കാരായിട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഹാക്ഫീൽഡ് സെൻറ്റർ. നമ്മളവിടെ പോയി ഫുഡ് കഴിക്കണേ മോയസിൽ. നമ്മൾ മോയസിൽ പോയി ഫുഡ് കഴിക്കാൻ പോവാം.
ഒരു 100,000 വട്ടാണല്ലോ എല്ലാരും കാണിക്കണേ. ഞാൻ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യാണ് ബിക്കോസ് എന്റെ ചാർജ് ഇപ്പൊ തീരും. ഐ ഡോണ്ട് ഹാവ് പവർ ബാങ്ക് വിത്ത് മീ. ഇപ്പൊ എല്ലാവരും ഒരു ബൈ ബൈ പറഞ്ഞേ. എനർജിയിൽ പറയൂ ഗൈസ്. ബൈ. ബൈ പറയണോ?